പോരെ, ഞാൻ പോരെ എന്ന് ചോദിച്ചു. നിങ്ങൾ റെഡിയാണോ? ബുദ്ധിയുണ്ട്, നീന്താൻ അറിയുമോ? അറിയും. ഇത് ചോദിക്കുന്നത് എവിടെയാണ്? മക്കയിൽ ഒരു കുളം പോലും ഇല്ലാതെയാ നബിയും സ്വഹാബത്തും ജീവിച്ചത്. മദീനയിൽ ഒരു കുളമുണ്ട്, അത്രേ ഉള്ളൂ. നീന്താൻ പറ്റുന്ന പുഴകളില്ല മദീനയിൽ. ഒരു കുളമുണ്ടായിരുന്നു, അത്ര തന്നെ. പക്ഷേ നബി തങ്ങൾ മക്കയിലുള്ളപ്പോഴും മദീനയിലുള്ളപ്പോഴും സ്വഹാബത്തിനോട് നീന്താൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് കടൽ അടുത്തില്ല. കടൽ കിട്ടണമെങ്കിൽ ജിദ്ദയിൽ പോകണം. നബി തങ്ങൾ കടൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കടലിൽ യാത്ര ചെയ്തിട്ടുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തങ്ങൾ നീന്തൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. വല്ലാത്തൊരു വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹാബിയാണ് ചോദിക്കുന്നത് മറ്റൊരു സുഹാബിയോട്, ഭരണാധികാരിയാണ് ചോദിക്കുന്നത്, നിങ്ങളിൽ നീന്തമറിയുന്ന നല്ല തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? സദൂസ് ഗോത്രത്തിൽ മഹാനായ മജ്സഅത്ത് ഇബ്നു സൗർ അസ്സദൂസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ അശ്അരി തങ്ങളെ ഞാൻ തന്നെ പോരെ, എനിക്കറിയാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ റെഡിയാണെങ്കിൽ വരണം. പേർഷ്യക്കാരനായ ഒരു വഴികാട്ടിയുടെ കൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നുണ്ട് ഇറാനിലേക്ക് പോവാൻ. ഇറാനിലേക്ക് പോയി മുസ്ലിമീങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന ഹുർമുസാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സങ്കേതം കണ്ടുപിടിക്കണം. നിങ്ങൾ പോകുന്നത് ഇറാനിലെ ഒരു പുഴയിൽ നിന്നും ഒരു ഗുഹയുണ്ടാക്കിയിട്ടുണ്ട് ഒരു നഗരത്തിലേക്ക്. ആ ഗുഹയുടെ ഉള്ളിലൂടെ പോകണം. ആ ഗുഹയിൽ വെള്ളമുണ്ട്, പുഴയുമായി കണക്ട് ചെയ്യുന്നതാണ്. ആ പുഴയിൽ നിന്ന് നഗരത്തിലേക്ക്, ഹുർമുസാൻ താമസിക്കുന്ന നഗരത്തിലേക്ക് പോകുന്ന ആ ഒരു നഫക്കിലൂടെ, ടണലിലൂടെ വേണം സഞ്ചരിക്കാൻ. ആഴമുള്ള സ്ഥലത്ത് നീന്തേണ്ടി വരും, ആഴം കുറഞ്ഞ സ്ഥലത്ത് നടക്കേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണെന്ന് മഹാനായ മജ്സ റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരന്റെ കൂടെ യാത്ര പോയി. അന്ന് നോക്കണം, രാജാക്കന്മാരുണ്ടാക്കുന്ന വലിയ വലിയ സംവിധാനങ്ങൾ. ടിപ്പു സുൽത്താനിന്റെ ഗുഹകളെ കൊണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നഗരങ്ങളെ ബന്ധിപ്പിക്കുമായിരുന്ന ഗുഹകൾ, അല്ലെ? ടിപ്പു സുൽത്താനിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നുവല്ലോ നമ്മുടെ സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി എന്ന വാക്ക് തന്നെ സുൽത്താൻസ് ബാറ്ററി, സുൽത്താനിന്റെ ഊർജ കേന്ദ്രം എന്നായിരുന്നു ഇംഗ്ലീഷുകാരുടെ പേരാണത്. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞത് സുൽത്താൻസ് ബാറ്ററി, സുൽത്താനിന്റെ ബാറ്ററി ആയിരുന്നു ആ പ്രദേശം. അവിടെ നിന്നാണ് യുദ്ധങ്ങൾ നിയന്ത്രിച്ചത്. എത്രയോ ടണലുകൾ ഭൂമിക്കുടയിൽ അടിയിലൂടെ കടന്നു പോകാൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും ശ്രീരംഗപട്ടണത്തിൽ പോയാൽ അതിന്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. മജ്സ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് ഇറാനിലെ ഒരു പുഴയിൽ നിന്ന് ഒരു നഗരത്തിലേക്ക് കണക്ട് ചെയ്യുന്ന മിനിമം 2 മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഒരു ടണലിലൂടെ സഞ്ചരിച്ചു മജ്സ റളിയല്ലാഹു അൻഹു. പക്ഷെ പോകുമ്പോ മുആവിയ തങ്ങൾ പറഞ്ഞു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മജ്സ, നിങ്ങൾ അവിടെ പോയി ഹുർമുസാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാണണം. അവരുടെ കോട്ട, ആ നഗരത്തിന്റെ പേര് തുസ്തർ എന്നാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി നിങ്ങൾ കേട്ടിരിക്കും. വളരെ ചെറുപ്പകാലങ്ങളിൽ അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കുകയാണ്, അവരേക്ക് സാക്ഷിയാണ് എന്ന് അവരുടെ സ്വന്തം അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്ത, വളരെ ചെറുപ്പത്തിലെ ചൊല്ലിപ്പടിച്ച മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. ആ മഹാൻ വളർന്നു വന്ന നാടാണ് തുസ്തർ, ഇറാനിന്റെ ഭാഗമാണ്. തുസ്തർ നഗരം ഒരു പുഴയിൽ നിന്ന് ടണലിലൂടെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അത് യോദ്ധാക്കൾക്ക്, രാജാക്കന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ ടണലായിരുന്നു. മഹാനായ മജ്സ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസ അശ്അരി തങ്ങൾ നിർദ്ദേശിച്ചു, നിങ്ങൾ അവിടെ പോയി ഒന്നും ചെയ്യരുത്. മജ്സ റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനെ വധിച്ച ആളാണ് ഹുർമുസാൻ. നഗരത്തിലേക്ക് ചെന്നു. മജ്സഅത്ത് ഇബ്നു സൗർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഗുഹയിലേക്ക് കടന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്, കൂരിരുട്ടുണ്ട്. ആ ഇരുട്ടിലൂടെ ഞങ്ങൾ നടന്നു. എന്തെല്ലാം അപകടങ്ങൾ പ്രതികരിക്കാം, പക്ഷേ ഖലീഫ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമാണത്. അത് കൃത്യമായി ഞാൻ ചെയ്തേ പറ്റൂ. ഞാനത് കൃത്യമായി ചെയ്തു. കുറെ സ്ഥലങ്ങളിൽ നീന്തേണ്ടി വന്നു. അതുകൊണ്ടാണ് നീന്തമറിയുന്ന ഒരാൾ വേണമെന്ന് അന്നത്തെ വാലിയായിരുന്ന, ഖലീഫയായിരുന്നില്ല അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, വാലിയ, അവിടുത്തെ ഗവർണറാണ്, ഇസ്ലാമിന്റെ ഗവർണറാണ്, അവർ നിയോഗിച്ചതാണ്. മജ്സ റളിയല്ലാഹു അൻഹു 2 മണിക്കൂറിലേറെ സമയമെടുത്ത് തുസ്തർ എന്ന നഗരത്തിലെത്തി.
ആളറിയാതെ പേർഷ്യക്കാരനായ ഗൈഡിന്റെ കൂടെ പോയിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഹുർമുസാനിനെ. പറഞ്ഞു, ഞാൻ എന്റെ ആവനാഴിയിൽ നിന്നൊരമ്പെടുത്തു, ഹുർമുസാനിനെ ഞാൻ കണ്ടു, അവൻ എന്റെ ജ്യേഷ്ഠനെ വധിച്ചവനാണ്, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവനാണ്. ഹുർമുസാനിനെ അമ്പെടുത്ത് ഞാൻ അമ്പെയ്തുകൊണ്ട് ഹുർമുസാനെ ലക്ഷ്യം വെച്ചൊരു അമ്പെയ്തിരുന്നുവെങ്കിൽ അവൻ അവിടെ തന്നെ വീട് മരിക്കുമായിരുന്നു. പക്ഷേ എന്നോട് അബൂ മൂസ അശ്അരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ നേതാവ് ഒന്നും ചെയ്യരുത് എന്ന്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല, അമ്പ് താഴെ വെച്ചു. ഞാൻ എന്റെ മനസ്സിനെ അടക്കി പിടിച്ചു. തിരിച്ചു വന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടവരോട് ചെന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു 300 സൈന്യം അടങ്ങുന്ന ആളുകളെ, 300 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ നിയോഗിച്ചു ഹുർമുസാനിനോട് പടപൊരുതാൻ. ഹുർമുസാനിനെ പടപൊരുതാൻ 300 ആളുകൾ. അവരുടെ നേതാവാണ് മജ്സഅത്ത് ഇബ്നു സൗർ അസ്-സദൂസി റളിയല്ലാഹു അൻഹു. അവരോട് പറഞ്ഞു, 300 ആളുകൾ നിങ്ങളോടൊപ്പമുണ്ട്, തുസ്തറിലേക്ക് പോയിക്കോ. ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഒരു ദൗത്യം എങ്ങനെയാണ് മുസ്ലിം ഏറ്റെടുക്കുന്നത്? വളരെ കൃത്യമായി, അതെത്ര കാഠിന്യമുള്ളതാണെങ്കിലും എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ, അള്ളാഹുവിന് വേണ്ടി അത് നടപ്പിലാക്കാൻ തയ്യാറാണ്. മജ്സഅ റളിയല്ലാഹു അൻഹു 300ഓളം ആളുകളുമായി ഈ ടണലിലൂടെ കടക്കാൻ പോകുന്നു. ബഹുമാനപ്പെട്ടവരും അനുയായികളും നീന്തമറിയുന്ന ആളുകളെയാണ് കൊണ്ടുപോയത്. അത്ഭുതം എന്താണെന്നറിയുമോ? 300 ആളുകളുമായി തുസ്തറിന്റെ കൊത്തളങ്ങളോട് പടപൊരുതാൻ പോകുമ്പോ അവിടുത്തെ കോട്ട പിടിച്ചടക്കണം. അതിന് പോകുമ്പോ 220ഓളം ആളുകൾ ആ ടണലിന്റെ ഉള്ളിൽ മുങ്ങി മരിച്ചു. 220ഓളം ആളുകൾ. 300 ആളുകളുമായി പോയതിൽ 80 ആളുകളാണ് മജ്സഅ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബാക്കിയായത്. ആ 80 ആളുകളുമായി പോകുമ്പോൾ പറഞ്ഞിരുന്നു, എങ്ങാനും ഒരു യുദ്ധം പുറപ്പെടുകയാണെങ്കിൽ ഞാൻ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലും, നിങ്ങൾ ഉടനെ രംഗത്തിറങ്ങിക്കൊള്ളണം. 300ൽ 220 മരിച്ചുപോയി. ബാക്കിയുള്ളത് 80 ആളുകൾ. 80 ആളുകളുമായി ചെന്നിട്ടാണ് ഇറാനിന്റെ കോട്ടയിൽ ചെന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കി മഹാനായ മജ്സഅ റളിയല്ലാഹു അൻഹു ഹുർമുസാനിനോടുള്ള ആ യുദ്ധത്തിൽ ഇസ്ലാമിക ലോകത്തിന് വലിയ വിജയമുണ്ടാക്കി കൊടുത്തത്. എത്ര വലിയ ത്യാഗം ചെയ്തുകൊണ്ട്! ടണലിലൂടെയും ഗുഹയിലൂടെയും ഇരുട്ടിലൂടെയും നീന്തിയിട്ടും മുങ്ങിയിട്ടും ജീവൻ വരെ പണയം വെച്ചും അല്ലാഹുവിന് ചെയ്യേണ്ടി ചെയ്ത ത്യാഗങ്ങളാണത്. നമ്മൾ ചെയ്യാറുണ്ട്, ത്യാഗത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. ബോട്ടിറങ്ങി ലോഞ്ചിൽ പോയി 960ലും 50കളിലുമൊക്കെ കടലിൽ നിന്ന് നീന്തി അക്കരെ രക്ഷപ്പെട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോയ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീന്തി രക്ഷപ്പെട്ടു. ബോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് ദുബൈ, നീന്തിക്കോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നീന്തി, അങ്ങനെ ജോലി കിട്ടി. അങ്ങനെ കുറെ 30 കൊല്ലം 40 കൊല്ലം ജീവിച്ചു, തിരിച്ചു വന്നു എന്നൊക്കെ. കുഴപ്പമില്ല, റിസ്ക്കിന് വേണ്ടി പോകുന്നതും അള്ളാഹുവിന്റെ വഴിയിൽ തന്നെയാണ്. ഒരു റിസ്ക് അന്വേഷിച്ച് ചെയ്യുന്ന യാത്ര ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. പക്ഷേ ഇതുപോലെ ഒരു യാത്ര അള്ളാഹുവിന് വേണ്ടി ചെയ്യുമായിരുന്നു നമ്മൾ. ഇങ്ങനൊരു റിസ്ക് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുമോ? മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളേതോ നേതാവിന്റെ കൽപ്പനകളേതോ അത് ശിരസാ വഹിക്കാൻ തയ്യാറായവർ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. സഹചാരി പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. ദീനി ദഅവി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനവും നടക്കുമ്പോൾ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടാകും പ്രവർത്തകന്മാർക്ക്. അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ നേതൃത്വം എന്ത് പറയുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപഠിച്ചത്, ഖുലഫാഉർ റാഷിദുകളിൽ നിന്ന് സ്വഹാബത്തുകൾ പഠിച്ചത്, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചത്. അങ്ങനെ തുടങ്ങി ഓരോരുത്തരും അവരവരുടെ ഇമാമിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ വിഷയങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ, മക്കയിലുണ്ട് ഒരു പെണ്ണ് തവാഫ് ചെയ്യുന്നു. ഇംറഅത്തുൻ മജ്ദൂമ, കുഷ്ഠരോഗം പിടിപെട്ട ഒരു സഹോദരി അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല സഹോദരി لو قعدت يا أمة الله لو قعدت في بيتك لا تؤذين الناس
നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൂടെ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട്. ഈ കുഷ്ഠരോഗവുമായി വരുമ്പോ ഇബാദത്തിന് വരുന്ന ആളുകൾക്ക് ഒരു വെറുപ്പോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ തോന്നില്ലേ? നിങ്ങൾക്ക് വീട്ടിലിരുന്നാ പോരെ? നിങ്ങളിത് ചെയ്യേണ്ടതുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ടല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫഖഅദത് ഫീ ബൈതിഹാ, ആ പെണ്ണ് പിന്നെ ഒരിക്കലും ഹജ്ജിന് വന്നിട്ടില്ല എന്ന് അവർ പിന്നെ വീട്ടിൽ പോയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് വഫാത്തായപ്പോ ആളുകൾ പറഞ്ഞു പെണ്ണേ, നിങ്ങളോട് മക്കയിലേക്ക് ഹജ്ജിന് തിക്കും തിരക്കുമുള്ള നേരത്ത് നിങ്ങളുടെ കുഷ്ഠരോഗവുമായി മക്കയിലേക്ക് ഹറമിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയിരിക്കുന്നു മദീനയിൽ, നിങ്ങൾക്ക് പൊയ്ക്കൂടെ? അപ്പൊ മഹദി പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? വല്ലാഹി മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മയ്യിതാ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ പിന്നെ അതിനെതിരെ ചെയ്യുകയും ചെയ്യുന്ന ഏർപ്പാട് എനിക്കില്ല. ഞാൻ ഇപ്പോഴും അവരനുസരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ തീരുമാനം മരണത്തിന്റെ ശേഷവും അങ്ങനെ തന്നെ കൊണ്ടുപോയൊരു മഹദി. ഇമാം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അമവി ഭരണാധികാരികളിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മഹാൻ. രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റിയ മുഴുവൻ ഹക്കുകളും ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്ത മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സ്വന്തം ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ മഹദിക്ക്. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ രാജാവിന്റെ മകളാണ്, ഖലീഫയുടെ മകളാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അവരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ഒരുപാട് മുത്തുകളും പവിഴങ്ങളും വാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുമായിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ ഫാത്തിമ, നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണം ഒന്ന് അഴിച്ചു തരൂ, നിങ്ങളുടെ കാതില അഴിച്ചു തരൂ, നിങ്ങളുടെ പാദസരം ഒന്ന് അഴിച്ചു തരൂ. ഇങ്ങനെ ആർഭാടം നമുക്ക് വേണ്ട. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ട ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ ഇത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് കൊടുത്തേക്കാം, പൊതു സ്വത്തിലേക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് മാലയും വളയും ഒക്കെ അഴിച്ചു തരൂ. അഴിച്ചു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അവരത് സൂക്ഷിച്ചു വെച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു. കാതിലയില്ലാതെ, കഴുത്തിൽ മാലയില്ലാതെ, കാലുകളിൽ പാദസരമില്ലാതെ, കൈകളിൽ വളയില്ലാതെ ഒരു രാജകുമാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ സാഹിദായ ഒരു ഭരണാധികാരിയുടെ കൂടെ വർഷങ്ങളോളം ജീവിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോ വസ്ത്രം തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമായിരുന്നു. തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, ഫാത്തിമയുടെ സഹോദരൻ, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അളിയൻ ഭാര്യയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോ ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരും. വസ്ത്രം മാറ്റി കൊടുക്കണം. ഈ തുന്നിപ്പിടിച്ച വസ്ത്രമാണോ അമീറുൽ മുഅ്മിനീൻ, മദീന ആസ്ഥാനമായി ഇസ്ലാമിക ലോകം ഭരിക്കുന്ന ഒരു ഖലീഫ ഇങ്ങനെയാണോ കിടക്കേണ്ടത്? വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുക്കണ്ടേ? ആവാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്നപ്പോഴും അത് തന്നെയാണ് വസ്ത്രം. സഹോദരൻ ദേഷ്യപ്പെട്ടു സഹോദരിയോട്, നിന്റെ ഭർത്താവല്ലേ ഫാത്തിമ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, നിനക്ക് വസ്ത്രം മാറിക്കൊടുത്തൂടെ? ഞാൻ കൊടുത്തേക്കാം. മൂന്നാമത്തെ ദിവസം വന്നു അതേ വസ്ത്രത്തിൽ. ഫാത്തിമയോട് ഒന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു മസ്ലമ, ഫാത്തിമ നീ എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് എന്താണ് ബഹുമാനപ്പെട്ടവരുടെ ഈ വസ്ത്രം നിങ്ങൾ മാറിക്കൊടുക്കാത്തത്? മസ്ലമയെ വിളിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹാ, മസ്ലമ നിങ്ങൾക്കറിയുമോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഈ ഒരു വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമില്ല. മാറ്റിക്കൊടുക്കണമെങ്കിൽ വേറൊരു വസ്ത്രം വേണ്ടേ? അമീറുൽ മുഅ്മിനീന് വേറൊരു വസ്ത്രമില്ല എന്ന് അന്നത്തെ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ആളുകൾ വന്ന് പറഞ്ഞു, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അല്ലയോ ഫാത്തിമ, രാജകുമാരിയെ പോലെ ജീവിച്ചവരായിരുന്നല്ലോ നിങ്ങൾ. നിങ്ങളുടെ വാപ്പ അബ്ദുൽ മലിക് കോടീശ്വരനായിരുന്നല്ലോ. നിങ്ങളുടെ വാപ്പ തന്ന ആഭരണങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിലേക്ക് വേണമെന്ന് ഖലീഫ പറഞ്ഞപ്പോ ഞങ്ങളിത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഭരണങ്ങളിൽ സൂക്ഷിപ്പ് കിടപ്പാണ്, ഞങ്ങളിത് ആർക്കും വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായി പോയല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു തരാം എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ ആ മഹദി പറഞ്ഞു, എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് വാങ്ങിച്ചത് ഭർത്താവിന്റെ മരണശേഷം ഇനി ഞാനത് തിരിച്ചു വാങ്ങില്ല. സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ഇത് സ്വദഖയാണ്, ഇതെനിക്ക് വേണ്ട എന്ന് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരിയുടെ പൊന്നുമോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മൈതാ. ഉമർ തങ്ങളെ കുറിച്ച് ആ കുഷ്ഠരോഗമുള്ള പെണ്ണ് പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ അനുസരണം നിർത്തുകയും ഇത് ഞാൻ ചെയ്യില്ല. എപ്പോഴും ഒരുപോലെ ജീവിച്ചിരിപ്പുള്ള പോലെ തന്നെ. ഇങ്ങനെയാണ് മുസ്ലിം ഒരു ബാധ്യത ഏറ്റെടുക്കുന്നത്, കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി. അത് ആളുകളെ ബോധിപ്പിക്കുവാനല്ല. ഈ പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ യുവതലമുറയിൽ ഇനി കാണപ്പെടേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അവന് ഖാലിസായ അവന്റെ പ്രീതി കിട്ടാൻ മാത്രമായി ചെയ്യുന്ന അമലുകളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പിന്നെ നിൽക്കുന്ന ആളുകളുണ്ട്, അത് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. പള്ളിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും, നിന്നിങ്ങനെ നിൽക്കുമ്പോൾ കാലുവേദന ആവൂലേ? അപ്പോ വേണ്ടത് കുറച്ചേരം ഇരുന്നൂര്, ഇനി നീ ഇരുന്നോ ഞാൻ നിന്നോളാന്ന് പറഞ്ഞ് ചെയർ ഒഴിവാക്കി കൊടുക്കുക വേണ്ടത്. തമാശ പറയണേ. പള്ളിയിൽ ഇരിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ക്ഷീണാവുകയാണെങ്കിൽ നിങ്ങൾ പോയി ഇരുന്നേക്കണം. നമ്മളൊരു 11:30 ഇൻഷാ അല്ലാഹ് നിർത്തുവേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു, അവിടെ ഫ്രണ്ടിൽ ഒരു പായ വിരിച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ചെരുപ്പിട്ട് ചവിട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നല്ല വൃത്തിയുണ്ട്. ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, സ്ത്രീകളൊന്ന് മുമ്പോട്ട് കസേരയൊക്കെ ഒന്ന് വലിച്ചാൽ ബാക്കിൽ ഇച്ചിരി ഇരിക്കാൻ സൗകര്യപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അല്ലേ? ബാക്കിൽ കസേര ഇടുന്നുണ്ടാ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് മുമ്പോട്ട് വരാൻ പറ്റുമേ. അവിടെ നിൽക്കുന്നവരുണ്ട്, ഒന്ന് മുമ്പോട്ട് വന്നിവിടെ ഇരുന്നോളൂ. സ്വസ്ഥമായിട്ട് കാലൊക്കെ നീട്ടിയിട്ടോ മടക്കിയിട്ടോ എങ്ങനെ ഇരിക്കട്ടോ, അത് ഞങ്ങൾക്ക് സമ്മതം തരികയാണ്. നിങ്ങൾക്ക് ആശ്വാസം പോണെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം. കാല് പൊന്തിച്ചിട്ടോ താഴ്ത്തിയിട്ടോ വളച്ചിട്ടോ നിർത്തിയിട്ടോ ആശ്വാസം പോണെ ഇരുന്നോളൂ, റിലാക്സ് ആയിട്ട്. ഇങ്ങോട്ട് വരാനുള്ള വഴി കൊടുത്താൽ ഇവിടെ ഒരു 10-20 ആൾക്ക് ഇവിടെ ഇരിക്കാം. കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. സൗകര്യത്തിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങോട്ട് അവിടെ തിക്കി തിരക്കി ഇരിക്കണ്ട, അങ്ങോട്ടൊക്കെ ഇരിക്കുക. അൽഹംദുലില്ലാഹ്. ത്വാഅത്തുൻ ബഅദൽ മൗത്ത്. മുസ്ലിമിന്റെ ഒരു പ്രത്യേകത അതാണ്. ഏറ്റെടുത്ത കാര്യം മരണം സംഭവിച്ചാൽ പോലും അത് ആരാണോ ഏൽപ്പിച്ചത് അവർ മരിച്ചാൽ പോലും നിങ്ങളെ കാര്യങ്ങൾ കൃത്യമാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. അങ്ങനെയൊക്കെ തന്നെ ഫജർ ഇത് ഇത്ര തന്നെ ആവുള്ളൂ അല്ലേ? നല്ല സൗണ്ട് സിസ്റ്റം ഉഷാറാണ്. എന്നാലൊരു
ഒരു ഒന്നും കൂടെ ഇത് തുറക്കാനുണ്ട് എവിടെയോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇസ്ലാമിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ആളുകളുണ്ട്. നബി മരിച്ചോ എന്നാ പിന്നെ ഞാനില്ല, നബി വഫാത്തായോ ഞാൻ പിന്നെ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞവര്, തങ്ങൾ വഫാത്തായാൽ ഇസ്ലാമിന്റെ കൂടെ ജിഹാദിന് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞവര്, നബി വഫാത്തായാൽ പിന്നെ ഒരു സക്കാത്തും സ്വതക്കയും ഞാൻ തരില്ല എന്ന് പറഞ്ഞവര്, തങ്ങൾ വഫാത്തായതിൽ പിന്നെ നിസ്കാരം വരെ ഉപേക്ഷിച്ച ആളുകൾ മക്കയിൽ ഇസ്ലാമിലേക്ക് അവസാന കാലത്ത് കടന്നു വന്നവരിലുണ്ട്. ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ധീരമായി ഇടപെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നിയമവും നബി വഫാത്തായാൽ അതിനൊക്കെ എതിരും ചെയ്യുകയോ? അങ്ങനെ ഉണ്ടാവും. ഉസ്താദുമാരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് നാട്ടിൽ പോയാൽ പിന്നെ അവിടെ ചെയ്യാം. ഉസ്താദ് പോയിക്കണല്ലോ, അങ്ങനെ പറ്റില്ല എന്നാ. അനുസരണം എന്നത് പ്രസൻസിലും അഭാവത്തിലും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ. നിങ്ങൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സക്കാത്ത് നൽകുന്ന മൃഗത്തോടുകൂടെ ആ മൃഗത്തെ കെട്ടിയിടുന്ന കയറ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കയറ് പോലും നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സക്കാത്തിന്റെ സ്വത്തിന്റെ കൂടെ കിട്ടണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ അവരോട് യുദ്ധം വരെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ഈ ത്വാഅത്ത് ലഭിക്കാനാണ്. അല്ലാഹുവിനോടുള്ള അനുസരണത്തിൽ വ്യത്യാസം വരരുതേ. നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ് കാണിച്ചിട്ടുള്ള ആ ഒരു നിലപാടുകൾ മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പിടിച്ചു നിർത്തുകയാണ് ഉണ്ടായത്. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ഇബാദത്ത് ചെയ്തിരുന്നത് അവരറിയട്ടെ മുഹമ്മദ് നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ് فإن الله حي لا يموت. ആരാണോ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നത് അവരറിയട്ടെ അല്ലാഹു മരിച്ചു പോയിട്ടില്ല. നബി തങ്ങൾക്ക് ആരാണോ ഇബാദത്ത് ചെയ്തവർ അവരറിയട്ടെ നബി തങ്ങൾ വഫാത്തായിരിക്കുന്നു. ഇബാദത്ത് അല്ലാഹുവിനാണ്. നബി തങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണ്. തങ്ങൾക്ക് മരണം സംഭവിക്കും, തങ്ങൾ വഫാത്തായി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞു ഓടുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. ആരെങ്കിലും പുറംകാല കൊണ്ട് പിന്തിരിഞ്ഞോടിയാൽ അല്ലാഹുവിന് ഒരു ഉപദ്രവവും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവരവരെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.